അങ്ങനെ വീണ്ടും വിവാദപരമായിട്ടുള്ള ചില പരാമർശങ്ങളുമായി ദിയ കൃഷ്ണ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ ആർക്കും മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ലെന്നാണ്. ഇവരൊക്കെ വലിയ കാര്യം പോലെ ഓരോന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടു, എന്നാലോ അത് ആൾക്കാരിലേക്ക് എത്തുന്നത് വേറെ രീതിയിലായിരിക്കും. ഈ ദിയക്ക് ഇതിന്റെ മെയിൻ ആളാണ്. ദിയന്റെ സംസാരം കൊണ്ട് മാത്രമാണ് ദിയ പലപ്പോഴും എയറിലാവുന്നത്. ദിയക്ക് മാത്രമല്ല കുടുംബത്തിൽ മൊത്തം ഇപ്പൊ കണ്ടകശീരിയാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്തിട്ടും കൂടെ മേനാവുന്നില്ല. ഹൻസിക, സിന്ധു കൃഷ്ണ, അഹാന, പിന്നെ ദിയ ഇവരെല്ലാം ഈ അടുത്ത് മാറി മാറി എയറിലായവരാണ്. ആകെ ഇഷാനി മാത്രമാണ് ഇങ്ങനെ എയറിലാവാതിരുന്നിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ദിയന്റെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാലോ, ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ദിയന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ വൻ വിവാദങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? ദിയന്റെ മകനായിട്ടുള്ള ഓമയുടെ ഒരു ബർത്ത്ഡേ പാർട്ടി വ്ലോഗ്. അതിൽ മറ്റവരുടെ അപ്പച്ചിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സി പലരും ഓർക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ആ പാർട്ടിയിൽ ദിയയുടെ ഭർത്താവായിട്ടുള്ള അശ്വിന്റെ വീട്ടുകാരെയും വിളിച്ചിട്ടില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വൻ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ദിയ ഇന്നലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രംഗത്ത് വരുന്നത്. താൻ എന്തുകൊണ്ട് അശ്വിന്റെ വീട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിച്ചില്ല എന്നുള്ള കാര്യം കൃത്യമായി ഇതിൽ ദിയ കൃഷ്ണ പറയുന്നുണ്ട്. ഇനി ആക്ച്വലി എക്സ്പ്ലനേഷൻ വീഡിയോനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ബർത്ത്ഡേ പാർട്ടിക്ക് മുമ്പാണ്. അതെങ്ങനെ ശരിയാവും? ഓൾറെഡി ഇവരൊരു ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിച്ചു. അതിലാണെങ്കിൽ അശ്വിന്റെ വീട്ടുകാരെയും വിളിച്ചതുമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ബർത്ത്ഡേ പാർട്ടിക്ക് മുമ്പ് ഇവരെന്തിനൊരു എക്സ്പ്ലനേഷൻ നൽകുന്നത്? വല്ലാണ്ട് തലപോയിക്കൊന്നും വേണ്ട. ആക്ച്വലി ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണ്, ആക്ച്വലി ദിയക്ക് ഓമയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി സംഘടിപ്പിക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ദിയയുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാണെങ്കിൽ ഓമയെയും അശ്വിനെയും കൂട്ടി മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോവുക, അവിടെ വെച്ച് അടിച്ചു പൊളിക്കുക. ഇതായിരുന്നു ദിയന്റെ പ്ലാൻ. ഈ പ്ലാനിനിടയിലാണ് ദിയന്റെ വീട്ടുകാരി ഒരു സർപ്രൈസിങ് എന്നോണം ഒരു പാർട്ടി സംഘടിപ്പിച്ചത്. ആ പാർട്ടിയിലാണ് അശ്വിനെ വീട്ടുകാർക്ക് വിളിക്കാതിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ മലേഷ്യയിൽ പോയ സമയത്ത് താൻ എന്തുകൊണ്ട് പാർട്ടി സംഘടിപ്പിച്ചില്ല എന്നതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ദിയ പറയുന്നുണ്ട്. പക്ഷെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ബർത്ത്ഡേ പാർട്ടി വ്ലോഗ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് എന്തുകൊണ്ട് പാർട്ടി താൻ സംഘടിപ്പിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഒരു വീഡിയോ ഈ പറയുന്ന ദിയ കൃഷ്ണ തന്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാണുന്നവർ വിചാരിച്ചത് എന്താണ്, ഈ ബർത്ത്ഡേ പാർട്ടിക്ക് അശ്വിന്റെ വീട്ടുകാരെ വിളിക്കാത്തതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ദിയ നൽകുന്നത് എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി അതല്ല സംഭവം. എന്തുകൊണ്ട് താൻ ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിക്കാതെ മലേഷ്യയിലേക്ക് ട്രിപ്പ് പോയി എന്നതിന് എക്സ്പ്ലനേഷൻ ആണ് ആക്ച്വലി ദിയ നൽകുന്നത്. ഇത് ആക്ച്വലി ദിയ ഡിസോർഡർ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഓമയുടെ ബർത്ത്ഡേ ദിവസം ദിയ കൃഷ്ണ ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിക്കാതെ ഭർത്താവിനെയും ഓമയെയും കൂട്ടി നേരെ മലേഷ്യയിലേക്ക് ട്രിപ്പ് പോകുന്നു. അവിടെ വെച്ച് ഓമയുടെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കുന്നു. അതിനുശേഷം ദിയയും കുഞ്ഞും ഭർത്താവ് നാട്ടിൽ വന്നതിന് ശേഷം ഓമയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി ദിയന്റെ വീട്ടുകാർ സംഘടിപ്പിക്കുന്നു. ആ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ചിട്ടാണ് വിവാദപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. എന്തായാലും എന്തുകൊണ്ടാണ് ഓമയുടെ ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിക്കാതെ താൻ മലേഷ്യയിലേക്ക് ട്രിപ്പ് പോയത് എന്നതുമായി ബന്ധപ്പെട്ട് ദിയ നൽകിയ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കണ്ടുനോക്കാം. അമ്മു ഇവരുടെ വർക്ക് ചെയ്തു, ഫോളോഡ് ബൈ അമ്മ, ഇഷാനി, ഹൻസു, എല്ലാവരും അവരുടെ മലേഷ്യ ട്രിപ്പ് വന്നു. ഇവർ മലേഷ്യ ട്രിപ്പ് പോകുന്ന കണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇളകി ഞാനും മലേഷ്യ ട്രിപ്പ് വന്നത്. ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു. എന്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവന്റെ ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട കുഞ്ഞിന്. വെയിറ്റ് എ മിനിറ്റ്, അതെന്ത് വർത്താനാണ് ദിയ ചേച്ചി? ദിയ ചേച്ചി അവസാനം പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ബർത്ത്ഡേ പാർട്ടി വെച്ച് കഴിഞ്ഞാണെങ്കിൽ കുറെ പേര് വിളിക്കേണ്ടി വരും. അങ്ങനെ കുറെ പേര് വന്നു കഴിഞ്ഞാണെങ്കിൽ അവരൊക്കെ എന്റെ കൊച്ചിനെ എടുത്തോണ്ട് പോകും, പിന്നെ അവർ തിരിച്ചു തരില്ല പോലും. അല്ല ദിയ ചേച്ചി, കൊച്ചിനെ തിരിച്ചു തരാതിരിക്കാൻ നിങ്ങൾ എന്താ അവിടെ പാർട്ടിക്ക് കുട്ടികളെ പിടുത്തക്കാരാണ് വിളിക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? നിന്റെ മകനായിട്ടുള്ള ഓമയുടെ ബർത്ത്ഡേ പാർട്ടി വെച്ച് കഴിഞ്ഞാണെങ്കിൽ എന്തായാലും അവിടേക്ക് ആൾക്കാർ വരും, ഓമയെ കൊഞ്ചിക്കുകയും ചെയ്യും. നിനക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നടത്തണ്ട എന്നും കരുതി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവിടെ വന്ന ആൾക്കാർ കുട്ടികൾ എടുത്തോണ്ട് പോകും, പിന്നെ കുഞ്ഞിനെ തരില്ലെന്നൊക്കെയാണ് ഇവള് പറയുന്നത്. ഈ പറയുന്നതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. ഇവള് പറയുന്നത് കേട്ടാത്തൊന്നും കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവരൊക്കെ കുട്ടിയെ മാറി മാറി അവരുടെ വീട്ടിലേക്ക് താമസിക്കാൻ കൊണ്ടുപോവുകയാണ്. എന്ത് പറയാനാണ് ഇതിനൊക്കെ? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദിയക്ക് തന്റെ സ്വന്തം കുട്ടിയോട് വല്ലാത്തൊരു ഒബ്സഷൻ ആണെന്ന്. അത് ദിയ തന്നെ പലതവണ സമ്മതിച്ചതുമാണ്. ഇവന് കുട്ടിയെ ആരും കൂടുതൽ സമയം എടുക്കുന്നത് പോലും ദിയക്ക് ഇഷ്ടമല്ല എന്ന് ദിയ മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന് വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. രാത്രി ഉറങ്ങാൻ വരുന്ന സമയം മാത്രം ഇവ ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ കാണുന്നത് ടി വി ഒക്കെ, അല്ലെങ്കിൽ ഇവ ഒരിക്കലും ഫ്രീ അല്ല. അപ്പൊ ബേബി സിറ്റിംഗ് ഞാൻ ആർക്കും കൊടുക്കൂല. പാല് വേണം. അത് മാത്രമല്ല ഞാനിങ്ങനെ ആരെങ്കിലും കൊടുത്താലും ഞാൻ 10 മിനിറ്റ് കഴിയുമ്പോ തന്നോ എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ 10 മിനിറ്റ് കൂടുതൽ ആരും ഇങ്ങനെ എടുക്കേണ്ട ആ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. അത് ഒരുവിധം എല്ലാവർക്കും കാണും. എനിക്ക് ഭയങ്കരമായിട്ടതുണ്ട്. ഗേൾസ് ആയിട്ട് പെട്ടെന്ന് ഒരു ബേബി ബോയ് ആരും അങ്ങനെ വളർത്തിയിട്ടില്ല അവിടെ. അപ്പൊ അതെല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ടേൺ എടുത്ത് ഇപ്പൊ അമ്മു വെച്ചോണ്ടിക്ക് വിശാനി വന്ന് പറയും 10 മിനിറ്റ് ആയി. കാരണം ഞാൻ അത് കഴിയുമ്പോൾ പെട്ടെന്ന് ചോദിച്ചു കളയും ബേബിയെ തിരിച്ചതാന്ന് പറയും. അതിന് മുന്നേ എല്ലാവർക്കും ഒരു 10 മിനിറ്റ് ബേബിയെ വെക്കണം. ആ ഗ്യാപ്പിലാണ് എല്ലാവരും അവനെ എടുത്തെടുത്ത് പണിയുക. വിശാനി കഴിയുമ്പോൾ ഹൻസിക വരും, ഞാൻ ഇപ്പൊ കുളിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് താ എന്ന് പറഞ്ഞാൽ എടുക്കും.
ദിയ തന്നെ ഇവിടെ പറയുന്നുണ്ട് 10 മിനിറ്റിൽ കൂടുതൽ ആരും കുട്ടി എടുക്കുന്നത് ദിയക്ക് ഇഷ്ടമല്ലെന്ന്. പാവം ആ കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ആൾക്കാരെ വരെ സമയം വെച്ച് മത്സരിച്ചാണ് കുട്ടിയെ എടുക്കുന്നത്. എന്നാലും സിന്ധുകൃഷ്ണയും കൃഷ്ണകുമാറിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. അവരുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് കിട്ടിയൊരു പേരക്കുട്ടിയാണ്. എന്ത് കാര്യം 10 മിനിറ്റിൽ കൂടുതൽ അവർക്ക് എടുക്കാൻ അനുവാദം ഇല്ലല്ലോ. ഭർത്താവ് അശ്വിന് പോലും കുട്ടിയെ എടുക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പം ബർത്ത്ഡേ പാർട്ടി വെക്കാത്തത്. കുറെ ആൾക്കാർ വരുമ്പോൾ ടൈമർ വെച്ച് കുട്ടിയെ ഓരോരോ ആൾക്കാർക്ക് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ആ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്തായിരിക്കണം ദിയ ബർത്ത്ഡേ പാർട്ടി വെക്കാഞ്ഞത്. അതെന്തായാലും നന്നായെന്ന് ഞാൻ പറയും. ഞാനിപ്പോ അവസാനം പ്ലേ ചെയ്തത് ദിയാകൃഷ്ണ കുഞ്ഞ് ജനിച്ച കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ കൊടുത്ത ഇന്റർവ്യൂ ആണ് കേട്ടോ. അന്ന് ഞാൻ കരുതിയത് ഇതൊരു എക്സൈറ്റ്മെന്റിലൊക്കെ പറഞ്ഞതാണെന്നാണ്. പക്ഷെ കാര്യമായിട്ട് പറഞ്ഞതാണെന്നുള്ളത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദിയന്റെ വീഡിയോ കണ്ടപ്പോഴല്ല മനസ്സിലായത്. അന്ന് എങ്ങനെയാണ് ദിയ ഇന്റർവ്യൂവിൽ സംസാരിച്ചത് അതേപോലെ തന്നെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിലും ദിയ സംസാരിച്ചു വെക്കുന്നത് അല്ലെ. അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്റെ കുട്ടിയെ 10 മിനിറ്റിലധികം ആരും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ അതാ പറയുന്നു കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി വെച്ച് കഴിഞ്ഞാണെങ്കിൽ കുട്ടിയെ മറ്റുള്ള ആളുകൾ എടുത്തുകൊണ്ട് പോകും, പിന്നെ അവരാരും തിരിച്ചു തരില്ലെന്ന്. അതുകൊണ്ടും കൂടിയാണ് ബർത്ത്ഡേ പാർട്ടി വെക്കാത്തത് എന്ന് ദിയ തന്നെ ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും തീർന്നില്ല. ബർത്ത്ഡേ പാർട്ടി വെക്കാത്തതിനെ കുറിച്ച് ദിയ കുറച്ചുകൂടി സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി കേൾക്കാം. എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഇപ്പൊ ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പൊ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഏറ്റ പരിപാടി അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോ ആകുമ്പോഴത്തേക്കും നമ്മള് എന്താ പറയാ എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അശ്വിനാവുന്നൊക്കെ മാറ്റോടും അപ്പൊ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പൊ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പൊ ബേബി ഇച്ചിരിയുടെ വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവന്റെ ബർത്ത്ഡേ ഇപ്പൊ അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, എന്റർടൈൻമെന്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഇതിപ്പോ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിയും കല്ലൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കിയെടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിൽ ഇരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്? അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പം തന്നെ മെസ്സേജ് നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോവാം. അതാകുമ്പോൾ ഒരു കുഞ്ഞ് കപ്പ് കേക്കോ എന്തെങ്കിലും മേടിച്ചിട്ട് ഭൂമിക്ക് നമ്മൾ പാട്ട് പാടിക്കൊടുത്ത് അവനൊരു സ്പെഷ്യൽ ഡേ അവന് വേണ്ട പോലെ. അവന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ഇഷ്ടം. അവനെ പൂളിൽ കൊണ്ടുപോകുന്നു, അവനെ നമ്മൾ കറങ്ങാൻ പുറത്ത് കൊണ്ടുപോകുന്നു. അവനിങ്ങനെ സംഭവം നല്ലൊരു തീരുമാനം തന്നെയാണ്. ഈ 1-ാം വയസ്സിലൊക്കെ ബർത്ത്ഡേ പാർട്ടി വെച്ച് കഴിഞ്ഞാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടുന്ന സമ്മാനങ്ങളിൽ അധിക കുട്ടികളും അതൊന്നും യൂസ് പോലും ചെയ്യാറില്ല. ദിയ പറഞ്ഞ പോലെ അധിക കുട്ടികളും വീട്ടിലെ ചട്ടിയും കലവും ഒക്കെയാണ് എടുത്ത് കളിക്കുന്നത്. വളരെ പ്രൈവറ്റ് ആയി ദിയയും ദിയന്റെ ഭർത്താവും ദിയന്റെ കുഞ്ഞും മാത്രമുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ദിയ ആഗ്രഹിച്ചു. അങ്ങനെ തന്നെ അവർ ബർത്ത്ഡേ പ്ലാൻ ചെയ്യുകയും ചെയ്തു. അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിനിടയിൽ അമളി പറ്റിയത് എന്താണ്? ദിയയുടെ വീട്ടുകാർ തന്നെ ഓമയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി വെച്ചപ്പോഴാണ്. സർപ്രൈസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പാർട്ടി നടത്തുന്ന അന്നൊന്നുമല്ല ദിയ കാര്യങ്ങൾ അറിയുന്നത്. മലേഷ്യയിൽ നിന്ന് വന്ന് പിറ്റേന്ന് ദിയ വീട്ടിൽ പോയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യം ദിയ മനസ്സിലാക്കിയതാണ്. ഇവിടെ ബർത്ത്ഡേ പാർട്ടി ഗ്രാൻഡ് ആയി നടത്തണമോ വേണ്ടോ എന്നൊക്കെയുള്ളത് ദിയയുടെ ഇഷ്ടം തന്നെ. പക്ഷെ അറ്റ്ലീസ്റ്റ് അതിൽ അശ്വിന്റെ ഫാമിലിയെ അല്ലെങ്കിൽ വേണ്ട അശ്വിൻ അച്ഛനെയും അമ്മയെങ്കിലും വിളിക്കാമായിരുന്നു. ഈ അശ്വിനും ദിയയും ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാവും മേ ബി അശ്വിന്റെ വീട്ടുകാർ ചിലപ്പോൾ പരിപാടികളൊന്നും വെക്കാഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടി വെച്ചിട്ടുണ്ട് എന്ന് ദിയ നേരത്തെ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെയും കൂടെ എന്തായാലും വിളിക്കാമായിരുന്നു. കാരണം അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ കൊച്ചുമോന്റെ ബർത്ത്ഡേ പാർട്ടി കാണണമെന്നും അതിൽ കൂടണമെന്നും ഒക്കെ. ഈ വ്ളോഗിന്റെ അവസാനമെങ്കിലും ദിയക്ക് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാമായിരുന്നു. എന്തായാലും അശ്വിന്റെ വീട്ടുകാർക്ക് ഈ ദിയന്റെ വീട്ടുകാർ കൊടുക്കുന്ന റെസ്പെക്ട് എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇതേക്കുറിച്ചൊന്നും അശ്വിന്റെ വീട്ടുകാർ പ്രതികരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ദിയക്ക് പറയാനുള്ള ബാക്കിയുടെ കേട്ടോക്കാം. അവനിങ്ങനെ എവിടെയെങ്കിലും കറങ്ങി നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് പാല് കുടിക്കണം, ഫുഡ് കഴിക്കണം. അപ്പൊ അവൻ അവന്റെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ പൊതുവെ ഹോട്ടൽ റൂംസിൽ വരുമ്പോൾ ഇവനെ തറയിൽ ഇറക്കി വിടാറില്ല. ഇപ്പൊ ഞാൻ തറയിൽ ഇറക്കി വിട്ടേക്കാം. കാരണം അവന് ഇഷ്ടമാണ്. അത് ചെയ്യട്ടെ എന്ന് വെച്ചങ്ങ് വിട്ടേക്കുക. ഇത് നമ്മൾ ഇന്നലെ അഡിഡാസ് ഒരു ഔട്ട്ലെറ്റ് മേടിച്ചാ കാണിച്ചേടാ കാണിച്ചേ. ഇതിൻ്റെ ഒരു തൊപ്പിയുണ്ട്. ആ തൊപ്പി വെച്ചപ്പോൾ ഇവ എന്നെ കൊന്നു കളഞ്ഞു. അത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയങ്കര അലറി വിളിച്ചു. ബാ അങ്ങ് ബാ ഇവിടെ ബാ. അതെ, കുട്ടിയെ തറയിൽ ഇറക്കുന്നൊക്കെ പ്രശ്നമാണ്. പക്ഷെ കുട്ടി വായിൽ ചെരുപ്പിട്ട് കളിക്കുന്നതിന് ഒരു പ്രശ്നവും. ഞാൻ വിചാരിച്ചത് ദിയ ആ കുട്ടിന്റെ അടുത്തേക്ക് ക്യാമറയും കൊണ്ടുപോയത് ആ ചെരുപ്പ് എടുത്ത് മാറ്റാനാണെന്നാണ്. പക്ഷെ ദിയ ചെയ്തത് എന്താണ്? നേരെ ചെരുപ്പൊന്ന് നീക്കി ഓമന്റെ അഡിഡാസിന്റെ കുപ്പായവും കാണിച്ച് എന്നിട്ട് നേരെ അതേ ചെരുപ്പ് തന്നെ. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ ആണെങ്കിലും ഓമി വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. കണ്ടില്ലേ, കോടികളുടെ കളിപ്പാട്ടം വാങ്ങാൻ പ്രാപ്തി ഉണ്ടായിട്ടും ദിയ പറഞ്ഞ പോലെ അവന് ചട്ടിയും കലവും ഈ ചെരുപ്പൊക്കെ മതിയെന്ന്. വാട്ട് എ സിമ്പിൾ ബോയ്. എന്തായാലും അങ്ങനെ പോകുന്ന ദിയയുടെ ബർത്ത്ഡേ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും. ഇനി ഇതേ വീഡിയോയിൽ തന്നെ ദിയ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല ദിയന്റെ ഹെയർ കട്ടിനെ കുറിച്ചാണ്. ഹെയർ കട്ട് ചെയ്യാൻ പോയിട്ട് ദിയക്ക് ആകെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹെയർ കട്ട് ചെയ്യാൻ പോയ സലൂണിൽ നിന്ന് ദിയക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏതാണ് ആ സലൂൺ എന്നൊക്കെ ദിയ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതും കൂടി ഒന്ന് കേട്ടോക്കാം. ഓക്കെ,
ഓക്കെ, സോ അതിന്റെ ബാക്കി കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് കുറെ നാളായിട്ട് ലോങ് ഹെയർ വെച്ച് ബോറടിച്ച് ഞാൻ അവസരം ഹെയർ കട്ട് ചെയ്യാനായിട്ട്, എന്തിനാണ് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. ബട്ട് റാൻഡംലി ഞാൻ ഓമിയെ ഒരുപാട് നേരം വിഷമിപ്പിക്കണമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് അടുത്തുള്ള എവിടെയെങ്കിലും പോയി വെട്ടാന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ വഴുതയ്ക്കാടുള്ള റൂട്ട്സ്, ട്രിവാൻഡ്രം വഴുതയ്ക്കാടുള്ള റൂട്ട്സ് സലോണിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എൻവയൺമെന്റ് അല്ല ഫീൽ ചെയ്തത്. ഒരു എല്ലാവരും മറ്റേ ഇങ്ങനെ ഒരു വെൽക്കമിങ്ങും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഒട്ടും ഇല്ലായിരുന്നു ഇവിടെ. വേണമെങ്കിൽ വേണമെങ്കിൽ പോ എന്നുള്ള പോലത്തെ ഒരു ഇതില്ല. ഫൈൻ. പിന്നെ ഞാൻ അവിടെ ചെന്ന് കാണാൻ എനിക്ക് ധൃതിയായിരുന്നു. ഞാൻ ഇഷാനിയുടെ കയ്യിൽ ഓമിയെ കൊടുത്തു വിട്ടു. ഇഷാനി വീട്ടിൽ പോയി. അപ്പൊ ആ ഗ്യാപ്പിൽ എങ്ങനെയെങ്കിലും മുടി വെട്ടി വീട്ടിൽ പോകാനാണ് ഞാൻ ഇരുന്നത്. അപ്പൊ ഞാൻ ചെന്ന ഉടനെ ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ലൈക്ക് എനിക്ക് ലോങ് ലെയേഴ്സ് ആണ് ആവശ്യം. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ഒരു മൂളലൊക്കെ ഉണ്ടായിരുന്നു ഇടയിൽ. അപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങി ഓടാനുള്ളതായിരുന്നു അവിടെ നിന്ന്. എനിക്ക് പരിചയമുള്ളവരുള്ള സ്ഥലത്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ എന്തിനാ അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയത് എനിക്ക് അറിയില്ല ഇപ്പോഴും. ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ ഐ ടുക്ക് ദാറ്റ് ഡിസിഷൻ. തൊട്ടപ്പുറത്ത് ജാവേദ് ആൻഡ് റിസ്വാനും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇവിടെ പോയത്. ആൻഡ് ദെൻ ദാറ്റ് പേഴ്സൺ സ്റ്റാർട്ട് കട്ടിങ് മൈ ഹെയർ. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഒരുപാട് ഷോർട്ട് ആക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഷോർട്ട് ആക്കിയാൽ പോലും കുഴപ്പമില്ലായിരുന്നു. എൻ്റെ രണ്ട് സൈഡും രണ്ട് ലെങ്ത് ആക്കി. ലൈക്ക് ഈ ലിറ്ററലി ഇപ്പൊ ഒരു കൊച്ചു കുട്ടി ഇപ്പൊ ഓമി കത്തിരി എടുത്ത് എന്റെ മുടി വെട്ടിയ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാക്കി. ലൈക്ക് പല സ്ഥലത്ത് പല ലെയേഴ്സ്. ലൈക്ക് റൈറ്റ് സൈഡിൽ എൻ്റെ ആക്ച്വലി ഒരു ഫോട്ടോ ഉണ്ട്, മറ്റേ ഞാൻ ഈ വീടിന്റെ ഇടയിൽ അത് കാണിച്ചും തരാം. ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. വെട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഐ ആം സംബഡി ഹൂസ് ലൈക്ക് ഈ ഒരു സാധനം ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറ്റേ ആ ആളെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് മറ്റേ നൈസ് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരാളാണ്. അത് പണ്ട് ഞാൻ അങ്ങനെ ഇന്നും അങ്ങനെ, എന്റെ കഷ്ടകാലത്ത് ഞാൻ ഇന്നും അങ്ങനെയാണ്. അയാൾ മുടി വെട്ടിയപ്പോൾ അലമ്പായി എന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ അലമ്പല്ല, എന്റെ ലൈഫിൽ ഇത്രയും മോശമായിട്ട് ഒരാൾ മുടി വെട്ടിയിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ അങ്ങനെ ഇറങ്ങി ഫ്ലാറ്റ് എത്തിയപ്പോൾ തന്നെ ഞാൻ അശ്വിനോട് പറഞ്ഞു, എടോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഈ സ്ഥലത്ത് കൊണ്ട് തല വെച്ച് കൊടുത്തു. ഓക്കെ, അവിടെ മേബി വെട്ടിയിട്ടുള്ള ഒരുപാട് പേർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷെ എനിക്ക് എന്റെ ലൈഫില് വേസ്റ്റ്, ലിറ്ററലി ഇതുവരെയുള്ള എന്റെ ലൈഫിലെ വേസ്റ്റ് ഹെയർ കട്ട് അവിടെ നിന്നായിരുന്നു, വഴുതയ്ക്കാട് റൂട്ട്സ് നിന്ന്. എന്നിട്ട് ശരി, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അവിടുന്ന് പ്രതികരിക്കേണ്ട. ഈ മുടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് പറ്റാത്ത ഹെയർ കട്ടിലൊക്കെ മുടി വെട്ടിക്കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ശരിക്കും കണ്ണാടി നോക്കാൻ പോലും തോന്നില്ല, അല്ലേ? എന്തായാലും ഇവിടെ ദിയ ഷോപ്പിന്റെ പേര് പറയുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ട്രിവാൻഡ്രം വഴുതയ്ക്കാടുള്ളത് റൂട്ട് ആൻഡ് ഹെയർ സലൂൺ ആൻഡ് സ്പാ എന്നുള്ളതാണ് സ്ഥാപനം. എന്റെ അഭിപ്രായത്തിൽ ദിയ അവിടെ നിന്ന് തന്നെ പ്രശ്നം അഡ്രസ് ചെയ്യണമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പൊ വീഡിയോ ഇട്ടതുകൊണ്ട് എന്താ കാര്യം? എന്തായാലും ഇനി ഈ സലൂണിൽ പോകുന്നവരൊന്ന് സൂക്ഷിക്കുക. എന്തായാലും ദിയക്ക് പറയാനുള്ള ബാക്കി കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ വീടെത്തി കഴിഞ്ഞ് 2-3 ദിവസം ഞാൻ I just didn't know എന്റെ മുടിയിൽ അവർ എന്താ ചെയ്തു വെച്ചത്. ലൈക്ക് ഐ ഡിഡ് നോ വേർ ഇറ്റ് വെന്റ് റോങ്. എവിടെയോ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാതെ, പക്ഷെ എനിക്ക് ഐ കുഡ് പ്രൂവ് ഇറ്റ്. അങ്ങനെ ഞാൻ എന്റെ മുടിയുടെ ബാക്ക് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് അവസാനം കണ്ടുപിടിച്ചത് റൈറ്റ് സൈഡിലെ എത്രയോ ഒരു പോർഷൻ മുടി ചോപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞു. ലെഫ്റ്റ് സൈഡിലെ ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത് അൺഈവൻ ആയിട്ട് പുള്ളി എന്തോ ചെയ്താ വെച്ചേ. അങ്ങനെ ഞാൻ അവസാനം ജാവേദ് റിസ്വാനിൽ പോയി ജാവേദിനോട് കാര്യം പറഞ്ഞു. എനിക്ക് കഷ്ടകാലത്തിന് ഞാൻ അവിടെ കൊണ്ട് തല വെച്ച് കൊടുത്തു, പണിയായി. അപ്പോൾ പുള്ളി തന്നെ ഫസ്റ്റ് എന്നോട് ചോദിച്ചത്, ഇത്രയും പരിചയമുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ എനിക്ക് ഫെയറിൽ പരിചയമുണ്ട്, ഇവിടെ നമ്മുടെ ജാവേദ് റിസ്വാനിൽ പരിചയമുണ്ട്, അപ്പൊ ഇവിടെയൊക്കെ ഇത്രയും എന്നെയും ഇങ്ങോട്ടും പരിചയമുണ്ട്. അപ്പൊ പരിചയമുള്ളൊരു സ്ഥലത്ത് പോയാൽ അവർ കുറെ കൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യില്ലേ? എന്തുകൊണ്ട് ഇവിടെ പോയി? ഇവിടെ ആരെങ്കിലും പരിചയമുള്ളതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആരും പരിചയമില്ലായിരുന്നു, അവർക്ക് ഞാൻ ആരാ എന്താന്ന് പോലും അറിയാത്ത സ്ഥലത്താണ് ഞാൻ പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഞാൻ ഞെട്ടി. ഇവര് ചോദിച്ചു, എന്തിനങ്ങനെ പോയി? തൊട്ടടുത്തത് ഉണ്ടായിരുന്നപ്പോ വൈ ഡിഡ് യു ഗോ ദെയർ എന്ന് ചോദിച്ചു. എനിക്ക് ആൻസറേ ഇല്ലായിരുന്നു. എന്നിട്ട് പുള്ളി എന്റെ മുടി കഴിച്ചപ്പോൾ പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. പുള്ളി എന്നോട് ചോദിച്ചു, എന്റെ ദൈവമേ ഇത് ആരെ വെട്ടിയെന്ന് ഓർമ്മയെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് മുഖം മാത്രം അറിയാം, പേരൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. റൂട്ട്സിലാണ് വെട്ടിയെന്ന് പറഞ്ഞു. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ കുറെ പേര് കറക്ഷൻ ഹെയർ കട്ടിന് വന്നിട്ടുണ്ട്, ഇത്രയും മോശപ്പെട്ടൊരു കറക്ഷൻ ഹെയർ കട്ട് ഞാൻ എന്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഒരുമാതിരി എന്തുപോലെ ആയിപ്പോയി. കാരണം പുള്ളി എന്നോട് ചോദിച്ചത് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വെട്ടി തുടങ്ങിയപ്പോഴും പിടി കിട്ടി പ്രശ്നമായി എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്, എന്തിനു കണ്ടിന്യൂ ചെയ്യാൻ പോയി, അവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം വന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. ഞാനും പിന്നെ പൊട്ടയ സാരം ഇല്ലാന്ന് വെച്ചു. അങ്ങനെ ഹീ ഡിഡ് എ കറക്ഷൻ ഹെയർ കട്ട് ടു മൈ ഹെയർ. ഓക്കെ, അത്യാവശ്യം സെലിബ്രിറ്റീസ് ഒക്കെ പരസ്യം ചെയ്ത ഒരു ഹെയർ സലൂൺ ആണ് ഈ പറഞ്ഞ റൂട്ട് ആൻഡ് ഹെയർ സലൂൺ ആൻഡ് സ്പാ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിയ അതിന്റെ പബ്ലിസിറ്റി കണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പോയതായിരുന്നു. പക്ഷെ ഇത് വല്ലാത്തൊരു ട്രൈ ആയി പോയി. ഇവിടെ ദിയ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളിലേക്ക് ഈ പ്രശ്നം എത്തിക്കാൻ പറ്റി. ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ആരും അറിയാൻ പോകുന്നില്ല, അല്ലേ? ദിയന്റെ കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ട് തന്നെ അതിനുശേഷം വേറൊരു ഹെയർ സലൂണിൽ പോയി അവരുടെ മുടി കറക്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ലല്ലോ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സെലിബ്രിറ്റീസ് ചെയ്യുന്ന പരസ്യങ്ങളൊക്കെ കണ്ട് വിശ്വസിച്ച് അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് മോശം എക്സ്പീരിയൻസ് ഉണ്ടായാലോ, ഒന്നും ചെയ്യാൻ പറ്റാതെ മുടി വളരുന്നതും കാത്തിങ്ങനെ ഇരിക്കേണ്ടി വരും.
അതാണ് അവസ്ഥ. എല്ലാവരും അത്ര സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ മുടിയൊക്കെ കൊളായി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ നോക്കി കളിയാക്കുമോ എന്നുള്ള ഭയം ചിലർക്ക് ഉണ്ടാകും. വെറും മുടിയല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമല്ല ഇത്. എന്തായാലും ദിയ വർക്കെതിരെ ഗൂഗിൾ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. ദിയയുടെ രണ്ട് ഭാഗത്തുള്ള മുടിയും സൗത്തും നോർത്തും ആക്കിയിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ദിയയുടെ പറയുന്നത് എന്താണ്, ഈ സലൂഡ് മുടി കട്ട് ചെയ്യാൻ പോകുന്നതിലും ഭേദം ട്രെയിനിൽ പോയി തല വെക്കുന്നതാണ് അല്ലേ. ഇവർക്കാണെങ്കിൽ 4.7 സ്റ്റാർ റേറ്റിംഗും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവര് പെയ്ഡ് റിവ്യൂ മറ്റോ ചെയ്യിപ്പിച്ചതാവാനാണ് സാധ്യത എന്നാണ്. അല്ലാതെ എങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഇനി ദിയ പറഞ്ഞത് വെച്ച് മാത്രം ഈ സലൂണിനെ വിലയിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പറ്റുമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ സലൂണിനെ കുറിച്ച് ബാക്കിയുള്ള ആളുകൾ ചെയ്ത പോസിറ്റീവ് റിവ്യൂസിനെല്ലാം ആകെ 5-6 ലൈക്സ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ദിയയുടെ നെഗറ്റീവ് റിവ്യൂക്ക് കിട്ടിയത് 124 ലൈക്കാണ്. അപ്പൊ തന്നെ ഇവിടെ ആരുടെ ഭാഗമാണ് ശരിയെന്ന് മനസ്സിലാക്കാമല്ലോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ സലൂണിനെതിരെ എന്തെങ്കിലും തെളിവുകൾ ദിയയുടെ കൈവശം ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.